ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന കോണ്ടന്റ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിരിക്കുന്നത്. കറക്റ്റ്? ബട്ട് ഈ കോണ്ടന്റ് എന്ന് പറയുന്നതിനോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആണ് കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറിവ് നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന പാത്രം, കണ്ടെയ്നർ, അതാണ് കോണ്ടെക്സ്റ്റ്. ഓക്കെ? അപ്പോൾ എത്ര അറിവ് ലഭിക്കുന്നു, എത്ര കോണ്ടന്റ് ലഭിക്കുന്നു എന്നുള്ളതല്ല, അത് ഏത് പാത്രത്തിലേക്ക് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഡോക്ടർ രാജേഷിന് കിട്ടുന്നതായിരിക്കത്തില്ല ഡോക്ടർ സുബ്രഹ്മണ്യക്ക് കിട്ടുന്നത്, അതല്ലായിരിക്കും ടോമിന് കിട്ടുന്നത്, അതായിരിക്കത്തില്ല സമതിന് കിട്ടുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ കണ്ടെയ്നറിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടിരിക്കും. സോ ഇഫ് യുവർ കോണ്ടെക്സ്റ്റ് ഈസ് സ്മോൾ, കുറച്ച് കാര്യങ്ങളെ കിട്ടും. അതും കമത്തി വെച്ചിട്ടിരുന്നാൽ, ആ ഗ്ലാസ് കമത്തി വെച്ചിട്ടിരുന്നാൽ അല്ലെങ്കിൽ ഫുള്ളാക്കിയിട്ടിരുന്നാൽ യു വിൽ ഗെറ്റ് നത്തിങ്. സോ എക്സ്പാൻഡ് യുവർ കോണ്ടെക്സ്റ്റ് ടു ഗെറ്റ് മോർ കോണ്ടന്റ്. ഇല്ലെങ്കിൽ ഇറ്റ് ഓവർഫ്ലോസ്. എന്ത് സംഭവിക്കും? തുളുമ്പും. അതുകൊണ്ട് എന്ത് ചെയ്യണം? യു ഹാവ് ടു എക്സ്പാൻഡ് യുവർ കോണ്ടെക്സ്റ്റ്. എങ്കിൽ മാത്രമേ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കൊക്കെ അറിയാം, നമ്മളുടെയൊക്കെ ബ്രെയിനിന് മുന്നിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്, ഒരു ഫിൽറ്ററുണ്ട്. എൻ്റെ അനുഭവങ്ങളുടെ, എൻ്റെ അറിവുകളുടെ, എൻ്റെ എക്സ്പീരിയൻസുകളുടെ ഫലമാണ് ഈ ഫിൽറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊരു കാര്യം എന്നിലേക്ക് വന്നാലും ഈ ഫിൽറ്ററിൽ കൂടി കയറി മാത്രമേ അകത്തേക്ക് പോകൂ. മനസ്സിലാവുന്നുണ്ടോ? ഈ ഫിൽറ്ററിൽ കൂടി മാത്രമേ അകത്തേക്കത് കയറുകയുള്ളൂ. സോ അതുകൊണ്ടാണ് ഒരു കാര്യം ഡോക്ടർ അനുകേഷ് കേൾക്കുന്നത് പ്രിംസം കേൾക്കുന്നതും രണ്ടായിട്ടായിരിക്കും തോന്നുന്നത്. ഒരേ കാര്യം ഞാനിവിടെ നിന്ന് പറയുമ്പോൾ രണ്ട് പേർക്ക് രണ്ട് രീതിയിലായിരിക്കും അകത്തേക്ക് കയറുന്നത്. അത് പറയുന്ന എൻ്റെ കുഴപ്പമല്ല, കേൾക്കുന്ന നിങ്ങളുടെ ഫിൽറ്ററിൻ്റെ കുഴപ്പമാണ്. ആർ യു വിത്ത് മീ? സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെല്ലാവരും നമ്മളുടെ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ലോകത്തെ നമ്മൾ അതുപോലെ അല്ല കാണുന്നത്. ലോകത്തെ എങ്ങനെയാണോ നമുക്ക് കാണേണ്ടത് ആ രീതിയിൽ മാത്രമാണ് നമ്മൾ കാണുന്നത്. എനിക്കെങ്ങനെ ഒരു കാഴ്ച കാണണോ അത് മാത്രമേ ഞാൻ കാണുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ആർ യു വിത്ത് മീ? സോ വി സീ വാട്ട് വി വാണ്ട് ടു സീ. ഷാഫിക്ക് കാണേണ്ടത് മാത്രമേ ഷാഫി കാണൂ, ഷാഫിക്ക് കേൾക്കേണ്ടത് മാത്രമേ ഷാഫി കേൾക്കൂ. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് എനിവൺ എൽസ്, ഇറ്റ്സ് ബിക്കോസ് ഓഫ് യു, യുവർ ഫിൽറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് ഈ ഫിൽറ്റർ എടുത്ത് കഴുകി വെക്കണം. ഇല്ലെങ്കിൽ ഇതിങ്ങനെ കയറി അടയും. അടഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അകത്തേക്ക് കയറില്ല.